ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അടിയുടെ പൊങ്കാല എന്നാണ്. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അത് സിനിമ കാണുമ്പോൾ ക്ലിയർ കട്ടായി മനസ്സിലാവും. ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഫൈറ്റ് ഒരു പടത്തിൽ ചെയ്യുന്നത്. എത്രത്തോളം ഹെക്ടിക് ആയിരുന്നു, എങ്ങനെയുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഡബിങ്ങിൻ്റെ സമയത്ത് ബാബുചേട്ടൻ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്ന് തോന്നി. കുറേ മുക്കിലും മുകളിലും ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ദിവസം ഡബ് ചെയ്തത്. തലേ ദിവസം ഒന്ന് ഡയലോഗ്സ് ഡബ് ചെയ്തത് കാരണം അത്ര ഉണ്ടായിരുന്നു ഇടിയും അതിലൊക്കെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ദിവസം ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇത്തിരി ഈ പറഞ്ഞ പോലെ ഓക്കെ എന്തൊക്കെയോ കുറേ ഓടിച്ചാടിയിട്ടുണ്ടെന്ന് തോന്നി. യെസ്, ബാബുട്ട ഇപ്പം ഒരു ഡെക്കേഡിന് മുന്നേ നിങ്ങളുടെ ഈ ഒരു കോംബോ, നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോമ്പിനേഷൻ അന്നത്തെ യങ്സ്റ്റേഴ്സും പുതിയ ആളുകളെല്ലാം ഏറ്റെടുത്തൊരു കോംബോ ആണ്. അപ്പോൾ 10 വർഷത്തിനോളം ശേഷമാണ് വീണ്ടും ഒരു സിനിമയിൽ വരുന്നത്. അപ്പം ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ബാസി ഇപ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി കാണുമല്ലോ, ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് രീതിയിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം? അണീബിയാണ് പറഞ്ഞു തന്നതെങ്കിൽ അണീബി എന്ന് പറഞ്ഞാൽ ബാസിയുടെ ഒക്കെ തുടക്കമാണ്. അത് ഒരിക്കലും ഇനി നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. കാരണം അതൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയായിരുന്നു. എപ്പോഴും ഞങ്ങൾ നേരത്തെ പറയാതായിരുന്നു, സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്നിടത്ത് എല്ലാ ഭാഷയിലും എല്ലായിടത്തും അത് ഏറ്റെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ പൊങ്കാലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഉണ്ടല്ലോ, ഇതൊരു ചതിയുടെ പൊങ്കാല ആണ്. ആ ഒരു വ്യത്യാസം. സൗഹൃദം തന്നെയാണ് എൻ്റെ ബേസ്, പക്ഷെ അതിനകത്തുള്ള ഒരു പകയുടെ ഇതൊക്കെ അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ബാസി പയ്യനായിരുന്നു, ഇപ്പൊ ബാസി കുറച്ച് മെച്ചൂർഡായി. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പ്രൊഡ്യൂസേഴ്സിന് ടീമിന് ഉള്ള കോൺഫിഡൻസ് അതിനെപ്പറ്റി കേട്ടാൽ കൊള്ളായിരുന്നു. എന്നോടാണോ? പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്. ഇതുവരെയും ടെൻഷനിലാണ് നിൽക്കുന്നത്. 30-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ എല്ലാ കോൺഫിഡൻറ്റും നമ്മൾ പറയാം. പക്ഷെ എന്തായാലും പടത്തിനെ പറ്റി ഒരു സക്സസ് ആണ്. എന്തായാലും എല്ലാവരും ഒരുവിധം ഉള്ള എല്ലാ ആൾക്കാരും പറയുന്നത് വമ്പൻ ഹിറ്റടിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ചാനലുകാരും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തു പറയുന്നുള്ളത്, ഹന്നാൻ ഷയെ പറ്റി എടുത്തു പറയുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിങ് ആ ഒരു പാട്ട് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹന്നാൻ ഷാ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും പുള്ളിയുടെ സപ്പോർട്ടും അതിനൊക്കെ രഞ്ജിൻ്റെ അതിൻ്റെ കാര്യമായാലും എല്ലാം നമ്മളെ ഇതിലുള്ള എല്ലാ ക്രൂവിൻ്റോടും ഞാൻ എല്ലാവരുടെ നന്ദി പറയുന്നു. എല്ലാവരും അത് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഞ്ജുവിൻ്റെ അടുത്തായാലും പിന്നെ സഹാൻ്റെ അടുത്തായാലും നമ്മളെ ബിനുവിൻ്റെ അടുത്തായാലും ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. നമ്മളെ കൂടെ ഉണ്ടവർ. ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും വെരി താങ്ക്സ്. എൻ്റെ മലയാളം ഇച്ചിരി ഇതാട്ടോ, ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു ലാസ്റ്റ് 10 years ആയിട്ടുള്ളൂ നാട്ടിൽ ഷിഫ്റ്റ് ആയിട്ട്. അതുകൊണ്ട് സോറി മലയാളത്തിൽ നിന്ന് തെറ്റിപ്പോയാ. ഫസ്റ്റ് ആക്ച്വലി ഞാൻ ഈ സിനിമയ്ക്ക് വരുന്നത് മറ്റേ ജിത്തേട്ടൻ ആക്ച്വലി ഒരു നമ്മുടെ ബിജിൽ ചേട്ടനെ പറ്റി സ്റ്റോറീനെ പറ്റി പറഞ്ഞു. ഇൻസ്പയർഡ് ബൈ ഞാനൊരു ട്രൂ സ്റ്റോറി. അപ്പം ഓൾവേസ് ഒരു സ്റ്റോറിക്ക് അപ്പോഴും ആ ഒരു സത്യാവസ്ഥ സത്യസന്ധന അത് എപ്പോഴും കാണും. അപ്പം ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഫുൾ ടീമോടെ ഇവൻ ബസ്ബ്രോ ഫുൾ ടീം. പിന്നെ നമുക്ക് നമ്മളെ പടം എടുക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച ഡിസ്ട്രിബ്യൂഷൻ അടുത്തായാലും നമുക്ക് വളരെ താങ്ക്സ് ഉണ്ട്. ഗ്രീസ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും. പിന്നെ ഈ പടം ഇതുവരെ എത്താൻ തന്നെ കാരണം വാഴൂർ ജോസേട്ടനാണ് എന്നെ വിനിലിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പടം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞു അതിന് ഞാൻ ബിഗ് താങ്ക്സ് വാഴൂർ ജോസേട്ടന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പടം ഇവിടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഫ്രം ബാസിയുടെ ഒരു സൈഡിൽ നിന്നുള്ള എഫേർട്ട് എന്തായിരുന്നു?
അതൊന്നറിയാനൊരാഗ്രഹം. ഞാൻ വൈപ്പിനിൽ നിന്നാണ്. അപ്പോൾ അപ്പൊ പ്രത്യേകിച്ചൊന്നും വേണ്ട. അങ്ങനല്ല, എനിക്ക് വേണമെങ്കിൽ സ്ലാങ്ങിൻ്റെ പരിപാടി ഒക്കെ ആയിരുന്നു എന്നാണ്. കാരണം ഇത് കേട്ടുള്ള കഥയാണ്. അപ്പോൾ മുനമ്പത്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ ഫിസിക്കൽ ആസ്പെക്റ്റ് അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ഓട്ടം ചാട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറയുന്നുണ്ട് ആക്ഷൻ, ത്രില്ലർ, മീൻസ് കോമഡി, ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം എല്ലാം കൂടെ ചേർന്നൊരു കഥാപാത്രം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ടും വ്യത്യാസം ഉണ്ടാവും. ഇതിൽ ഐ ഡോണ്ട് തിങ്ക് ഐ എം വെരി ഫണി ഈ പടത്തിൽ. ഇതിൽ അത്യാവശ്യം സീരിയസ് ക്യാരക്ടറാണ് എൻ്റെ. ഈ ഫിസിക്കൽ പരിപാടിയായിരുന്നു കൂടുതലും. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, ഇല്ല ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, എനിക്ക് വേറെ ക്യാരക്ടേഴ്സിനാണ് അങ്ങനത്തെ വേറെ കളേഴ്സൊക്കെ ഉള്ളത്. എനിക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫിസിക്കൽ, വെരി മിനിമം ഡയലോഗ്സ്, അങ്ങനത്തെ പരിപാടിയാണ്. ഹലോ, ബസി നമസ്കാരം. നമസ്കാരം. ബസി, പണ്ട് ഒരു വട്ടം ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പയ്യൻ റാൻഡായിട്ടൊരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സിഗരറ്റ് വലിക്കും, ബാസി സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട്. അപ്പോൾ ബാസി പറഞ്ഞു, അത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത് അതെടുത്തിട്ട് എന്നുള്ളത്. അപ്പം ഇപ്പോൾ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടവും അഡ്മിറേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിൾ ആണ്? സിനിമ ഉണ്ടാവും, ആൾക്കാർ സിനിമ ഉണ്ടാവും പോരെ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യണത്. എനിക്ക് ലൈഫ് റിഫ്ലെക്സ് ആർട്ട് റിഫ്ലെക്സ് ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു സാധനവും അതൊരു എന്താ പറയുക, അതൊരു എക്സ്പ്രഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വട്ടായിരിക്കണം ആൾക്കാർ. സോ സിനിമയാണ് അതിനുള്ള ഒരു, ഇപ്പം ബിനിലൊരു അനാർക്കിസ്റ്റാണ്. ബിനിലിന് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രീഡം എല്ലാവർക്കും വേണ്ട, എല്ലാ ആർട്ടിലും. അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാരെല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം. സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ. നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും. നമ്മൾ സിനിമ ചെയ്യാൻ അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ എന്താ പറയുക, ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്. 11 ഫൈറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫൈറ്റ് കൊറിയോഗ്രഫിയിൽ എത്രമാത്രം ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ? സേ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം വിക്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിനകത്ത് ഓരോ ഫൈറ്റ് സീക്വൻസിനും അവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഫൈറ്റിനകത്ത് ശബ്ദം ഉണ്ടാവാൻ പാടില്ല, സോ അതിൽ അവർ ലാപ്ടോപ്പ് പേപ്പർ വെയിറ്റ് ഒക്കെ ആ രീതിയിൽ ഉപയോഗിച്ചു. ഒരു സ്ഥലത്ത് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഫുൾ ഗൺസ് ഉപയോഗിക്കണം. അതിനങ്ങനെ കുറേ അത്ര ടെക്നിക്കൽ അല്ല അറിയാം. നമ്മുടെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റിൻ്റെതായ നോ നോട്ട് റിയലി. പ്ലേസ്മെന്റിന് വേണ്ടി പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ആളുകൾ ചോദിച്ചാൽ മനസ്സിലായി. ഈ എന്താ പറയുക, ഗാഡ്ജറ്റ്സും അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസിൽ എന്തെങ്കിലും പുതുതായിട്ടുള്ള പരിപാടി. ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ രാജശേഖർ സാർ വന്നുകൊണ്ട് ഇറ്റ്സ് വെരി എന്താ പറയുക, ഡെയിലി നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇറ്റ് ഈസ് എക്സാജറേറ്റഡ്, ഒരു സൂപ്പർലേറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പരിപാടി പോകണം മൊത്തം. കാരണം സിനിമയാണ്, സിനിമാറ്റിക്കാണ് പടം. അങ്ങനത്തെ ബിക്കോസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ് എ ട്രൂ സ്റ്റോറി. ഇപ്പം ഈ ട്രൂ ലൈഫ് ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനയോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ, മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയമില്ല. ഗാന്ധി he was a gangster. Gandhi was a gangster, if you'd say, you know. Yeah. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുള്ള് ചെയ്യാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ല ഇത് കംപ്ലീറ്റ്ലി ബിനിലിൻ്റെ തലയിലുണ്ടായ കഥാപാത്രവും ഇറ്റ്സ് ഹിസ് എക്സ്പ്രഷൻ. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം. എൻ്റെ നാട്ടിലുണ്ടായിരുന്നതാണ്.
അപ്പോൾ ആ ഒരു കഥ നമ്മുടെ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റി ഒന്നും അങ്ങനെ പുള്ളിയേണ്ട ആവശ്യമില്ലായിരുന്നില്ല. ഫുൾ എനിക്ക് ഡാവിൻ്റെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു മനസ്സിലല്ലേ. സോ അയാളിൽ നിന്ന് തന്നെയായിരുന്നു ഇൻസ്പിറേഷൻ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്ത് തമിഴിന് പുറത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അവര് കുറേം കൂടി അവരുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിനനുസരിച്ചിട്ട് പലപ്പോഴും ആക്ടേഴ്സിനെ എടുക്കുന്നതും ചൂസ് ചെയ്യുന്നതൊക്കെ 6 പാക്സ് വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു ബി ഷേപ്പ് ഓഫ് ഒരു അനോട്ടമി വേണം, അങ്ങനെയൊക്കെ രീതിയിൽ. ഇപ്പോൾ ബാസി കുറേം കൂടി ഒരു സാധാരണ ചെറുപ്പക്കാരനായിട്ട് തന്നെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. സോ ഈ ഫിസിക്കാലിറ്റി എപ്പോഴെങ്കിലും മാറ്റണമെന്നോ മറിക്കണമെന്നോ ഒരു ഗാങ്സ്റ്ററിനെ പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിക്കാറുണ്ടോ? ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. അല്ല, ഇറ്റ്സ് വെരി എന്താ പറയുക ഫിസിക്കലി ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ ഒരു അത്ലീറ്റിനെ പോലെ കുറച്ച് വർക്കൗട്ടൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി ക്ഷീണം വരും. 21 ദിവസം ഇടി മാത്രം ഷൂട്ട് ചെയ്താൽ. അപ്പോൾ അവർ ചേട്ടാ ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഈ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന റേച്ചലും പൊങ്കാലും അതിനൊക്കെ ഈ പറഞ്ഞൊരു ചെറിയ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്, ബേസിക് അതിൻ്റെ ബിഹേവിയറിൽ തന്നെ അതുണ്ടല്ലോ. അപ്പോൾ പണ്ടോട്ടേ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിസിക്ക് ആ ക്യാരക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്? അതിപ്പോൾ നേരത്തെ ബാസിയോട് ചോദിച്ച ചോദ്യത്തിന് വെച്ചാൽ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ സിനിമകളിൽ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വന്നില്ല. നമ്മൾ ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും നമുക്കാകെ 10-14 റിലീസ് സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് 35-36 ആ കാലഘട്ടത്തിൽ 90-കളിൽ. ഇപ്പം നമുക്കിവിടെ 100 സെൻറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് 1000 ആയിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്? ഈ തമാശ പടങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകാൻ കാരണം ചിലവ് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. തമാശ നല്ല ഡയലോഗ് കൗണ്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചോളും, പടം ഫുള്ളാവും. പക്ഷെ ഒരു ആക്ഷൻ പടം എടുക്കണമെങ്കിൽ കാശ് ചിലവാക്കണം. മനസ്സിലായില്ലേ? നല്ല കൊറിയോഗ്രാഫർ വേണം, നല്ല ഫൈറ്റേഴ്സ് വേണം, പ്രോപ്പർട്ടി നശിക്കണം. മനസ്സിലായില്ലേ? എത്രയും നാളാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഫിയറ്റും ഹെറാൾഡ് കാറൊക്കെ വെച്ചായിരുന്നു ഇവിടെ കാറൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ബെൻസും അതിലൊക്കെയാണ് ജനം കൊടുത്ത കാശ് മുതലാകണം. നമ്മളിപ്പോൾ 150 രൂപ എടുത്ത് ഒരു ആക്ഷൻ പടം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് തോന്നുന്നത് കൊള്ളാം. ഇവിടെ പണ്ട് നമ്മളൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് ഗ്ലാസ് തന്നെ വാങ്ങുന്നത് കഷ്ടമാണ്. മനസ്സിലായില്ലേ? എൻ്റെയൊക്കെ ഈ കൈയൊക്കെ ഇതായത് ഞാൻ ടാറ്റു അടിക്കാൻ തന്നെ കാര്യം അങ്ങനെയാണ്. കാരണം പ്രൊഡ്യൂസർ അന്ന് 10,000 രൂപ ആണ് ഈ ഷോ ഗ്ലാസ്സിനെങ്കിൽ അത് ആർട്ട് ഡയറക്ടർക്ക് കൊടുത്ത് ആർട്ട് ഡയറക്ടർ അത് അടുത്ത ആൾക്ക് കൊടുത്തത് വാങ്ങിച്ച് വരുമ്പോൾ 3000 രൂപ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. അത് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പറഞ്ഞാൽ അല്ലാണ്ട് പൊട്ടൂല. അപ്പം ആ കാലത്തിൽ നിന്നൊക്കെ മാറിയ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആക്ഷൻ പടങ്ങൾക്ക്. അതിനൊക്കെ ഏറ്റവും വലിയ കാര്യം ഈ ബാസിയുടെ ഒക്കെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഞാനത് എടുത്ത് പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പടങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ തിയേറ്ററുകളൊന്നും കിട്ടാത്തത്, പ്രത്യേകിച്ച് ഉദയം കോംപ്ലക്സ് അതുപോലുള്ള തിയേറ്ററിലൊന്നും കിട്ടാറില്ല. ഈവൻ മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും അവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം അവിടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സ് ഒക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട തിയേറ്ററിലടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അത് നമ്മൾ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം മലയാളത്തിന്റെ ലെവൽ എന്താന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ആ കൊറോണ സമയത്ത്. കാരണം എല്ലാവരും ഇരുന്ന് ഈ പടങ്ങൾ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ മഹത്വം മനസ്സിലായി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇനി മലയാളം പടങ്ങൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഭാഷകളിൽ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ 4 ഇൻവെസ്റ്റ് ചെയ്താൽ ഗംഭീര വിജയം കൊയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പം നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നാൽ തന്നെ അതായത് വെറുതെ ഒരു 11 അടി പണ്ട് നമ്മുടെ പടങ്ങളിൽ ഉണ്ടായിരുന്നു. ബാബു ആന്റിയുടെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 16 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അനിൽ ബാബുവിൻ്റെ ഒരു പടമുണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് 16 ഫൈറ്റ് അതിനകത്ത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇതല്ല ഇത്. പക്ഷെ ഇതൊരു ഈ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. എല്ലാം ഈ പറയുന്ന പോലെ അടിയും ഇടിയും ബഹളമൊക്കെ ആണെങ്കിലും അത് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ചെലവുണ്ട്. പിന്നെ ഇപ്പം എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഇപ്പം ഫിസിക്ക് എങ്ങനെ കൊണ്ടു കിടക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടൊക്കെ ഇപ്പോൾ പിടിച്ചു നിൽക്കണ്ടേ. ഇപ്പോൾ ഈ പറയുന്ന ഹണീബി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. അല്ല 10 അല്ലല്ലോ, 12 വർഷം കഴിഞ്ഞു. അപ്പം അതിനുശേഷം ഇനിയും അതുപോലെയൊക്കെ വരുമ്പോൾ ഇവരുടെ സഹോദരനായിട്ടോ അല്ലെങ്കിൽ അപ്പനായിട്ടോ അപ്പൂപ്പനായിട്ടോ ഒക്കെ ഇങ്ങനെ പോകണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ എന്താ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ കസരത്ത് കാണിച്ചില്ലെങ്കിൽ എനിക്കെന്തോ അസുഖം വന്ന പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. ബിനിൽ സാർ,
പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ താങ്കൾ എൻ്റെ ലക്ഷ്യം വേറെയാണ് എന്ന് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുണ്ട്. ഈ ട്രെയിലർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഏത് ട്രെയിലർ? നമ്മുടെ പടത്തിൻ്റെ പൊങ്കാലയ ടീസർ ടീസർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമല്ലേ, അപ്പോൾ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ അടുത്തടുത്ത് കണ്ടന്റുകൾ വിടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട്. എങ്കിലും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഏതായിരുന്നു ഈ സിനിമയുടെ പ്രീ ടു പോസ്റ്റ് ഇടയ്ക്കുള്ള ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ്? ഒന്ന്. രണ്ട്, ബാസി സാറിൻ്റെയോ ആരുടെയെങ്കിലും അഭിനയത്തിൻ്റെ ഇടയ്ക്ക് കട്ട് പറയാൻ മറന്നുപോയ നിമിഷം ഉണ്ടോ? മീൻസ് അങ്ങനെ ഭയങ്കര ഇമോഷണലായി പോയ ഒരു നിമിഷം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസി ഭയങ്കര വൈബാണ്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം, ക്യാരക്ടറിനോടുള്ള ഡെഡിക്കേഷൻ, പെർഫോമൻസ് incredible. It was very incredible performance was there. Thank you, Sri. എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. കാരണം എനിക്ക് ശ്രീനാഥ് ബാസി എന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിക്കണം കാണുമ്പോൾ ഞാൻ അതുകൊണ്ട് അപ്പം എൻ്റെ ക്യാരക്ടർ ഒന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് ശരി, ഞാൻ ഈ കഥ എഴുതുന്നത് ശ്രീനാഥ് ബാസിയെ കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം. അപ്പോൾ ശ്രീ അത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ക്യാരക്ടറായിട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങൾ ചോദിച്ച ഏറ്റവും വലിയ മൊമെൻറ്റ്. അതെനിക്ക് ഒരുപാട് സമയത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നേരത്തെ ആര് ചോദിച്ചു, ഫിസിക്കലിനെ കുറിച്ച് ചോദിച്ചില്ലേ, ശ്രീനാഥ് ബാസി ഈസ് എ ജീനിയസ്, ഉറപ്പാണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കണ്ടു, ഇത്ര വർഷത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. ബട്ട് എക്സ്പെഷ്യലി ഫ്രോം മൈ മൂവീസ്, my experience I'm telling to you, he is a very genius actor. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതില്ല, പുള്ളിക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കാറുള്ളൂ, എന്താണ് ചെയ്യണേ, സംഭവം ഓക്കെ ഓക്കെ കഴിഞ്ഞു. പിന്നെ ഫുൾ ക്യാരക്ടറിലാണ്. അപ്പം നേരത്തെ ചോദിച്ചില്ല കട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് പറയണ്ട, പുള്ളി എന്നെ കറക്റ്റായിട്ട് ഇറങ്ങി പോയിക്കോളൂ. അത്രക്ക്. പിന്നെ എടുത്തു പറയേണ്ടത് ബാബുച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷണറി, ഒരുപാട് കാലങ്ങൾ കൊണ്ട് മാറ്റം വന്ന എന്താ പറയുക ഒരു പ്രമുഖ, അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഒരു സീക്വൻസിൻ്റെ ഒരു ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഒന്ന് ചോദിക്കും, ഈ ഷോട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ഷോട്ട് അങ്ങനെ എനിക്ക് കറക്റ്റാവോ എന്ന് ചോദിക്കുന്ന അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നോളജുള്ള ഒരു എൻസൈക്ലോപീഡിയയാണ് ബാബുച്ചേട്ടൻ. ബാബുച്ചേട്ടനൊക്കെ ഭയങ്കര നമുക്ക് വളരെ ഒരു ഭാഗ്യമാണ് നല്ല ഇങ്ങനൊരു ആക്ടർ നമുക്കുള്ളത്. സത്യം എനിക്ക് പറയാൻ വയ്യ, അതൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ് ഓൾസോ ലെജൻഡ്. അലൻസിറ, അയ്യോ സോറി എൻ്റെ പോലെ കഥ ഉണ്ടാവുന്നത് ഈ ക്യാരക്ടറിനാണ്. മറ്റൊരു കാര്യം, അലൻസിറനും ഒരുപാട് സമയങ്ങളിൽ ഇതുപോലുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഞാൻ എന്താണ് ആഗ്രഹിച്ച് അത് തന്നെ പുള്ളിയും എനിക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു മാത്രം കൂടുതലും അതെ കൂടുതൽ തന്നിട്ടുണ്ട്, ശരിയാ. അത് കൂടുതൽ ആവശ്യമുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ബാക്കിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ കുട്ടികൾ പുതിയ പിള്ളേരാണ് എല്ലാവരും. സൂര്യ, ഇന്ദ്രജിത്ത്, യാമി, പിന്നെ നമ്മുടെ ദാവീദ് ചേട്ടൻ ഉണ്ടായിരുന്നു അവനോടെ ഇരിക്കുന്നത്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഐ എം വെരി ഹാപ്പി ആസ് എ ഫിലിം മേക്കർ at the moment like this. Name it a lot. Thank you. അതാണ് ആ ഇംഗ്ലീഷ് പൊളിച്ച്. അലൻസിർ സാർ, റൊമാൻറ്റിക് സീൻ വല്ലതും എക്സ്പെക്ട് ചെയ്യാമോ? ഞങ്ങള് കേട്ടിട്ടുണ്ട്. ചോദിച്ചു വാങ്ങിക്കാന്നല്ലേ, തരുമെങ്കിൽ തരും. ആരാണ് ചോദിച്ചത്? ആ വേഷം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. തൻ്റെ ഉണ്ടെങ്കിൽ വാ, വെല്ലുവിളിക്കുക. എന്താ റൊമാൻറ്റിക് വേഷത്തിന് പ്രശ്നം? ഈ രണ്ട് ഗുണ്ടകൾക്കോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച ഇതാണെന്ന് എനിക്കറിയാം. എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾക്ക് നാളെ
ഒരു കോട്ടയിൽ ഇടണം. അലൻസിയർ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ സത്യസന്ധനായി അഭിനയിച്ചൊരു നടനാണ് ഈ സിനിമയിൽ. അതൊരു പോസ്റ്ററിൽ പോലും എൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. കണ്ട, എൻ്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാണ്. അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ അനുഭവം പറഞ്ഞു നിർത്തുകയാണ്. ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ദിസ് മൂവി പൊങ്കാല. എൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൈ അല്ല ഈ ജാക്കി ചാൻ എത്ര പരിക്കുകളുണ്ടെന്നറിയോ? കയ്യിലെ പൊട്ടൽ എത്ര ഉണ്ടെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ 11 ഫൈറ്റിനെ കുറിച്ച് ആഘോഷിക്കുന്നു, വർത്താനം പറയുന്നു. ഇവൻ എത്ര പൊട്ടൽ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പുറത്തിരിക്കുന്ന മഹാനായ മദ്രാസിൽ സിനിമ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കൈചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ എത്ര എല്ല് പൊട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊരു അച്ഛൻ വേദനിക്കും അത് കാണുമ്പോൾ. ആ വേദനയാണ് ഈ സിനിമയിൽ ഞാൻ അനുഭവിച്ചത്. ഓക്കെ, താങ്ക് യു. ബാക്കി നിങ്ങൾ സിനിമ മനസ്സിലാക്കി. ആരാ ശരിക്കും അലഞ്ചേട്ടനോട് ചോദ്യം ചോദിച്ചത്? അല്ല, അദ്ദേഹം ഇല്ല, അത് മരിച്ചു. ആ ക്യാരക്ടർ മരിച്ചു, അദ്ദേഹം മരിച്ചു. ഞാനിപ്പോൾ ചോദ്യം ഒരു കൊടുക്കും ചോദ്യമാണല്ലേ? ഓക്കെ ഓക്കെ ശ്രീ. ഓക്കെ, പുള്ളി പറഞ്ഞ പോലെ ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥാപാത്രം ഈ പറഞ്ഞ പോലെ ഹാഡ് എ ബാഡ് എൻഡിങ് റിയൽ ലൈഫിൽ. അതിനെ ബേസ് ചെയ്താണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർലി ആ ഇൻസ്പിറേഷൻ വാസ് നോട്ട് എന്താ പറയുക വെൽക്കംഡ് ബൈ ദി അതർ പീപ്പിൾ. അപ്പോൾ വി വുഡ് ലവ് ടു ഹാവ് ദം on stage, but I don't think it's necessary for the movie. You know what I mean? അത് ബിനിലിൻ്റെ ഇമാജിനേഷനിൽ ബിനിൽ കേട്ട ഒരു ലെജൻഡ് പോലെ, ഒരു നാട്ടിലെ കഥ പോലെ അതിനെ ഇൻസ്പയർഡ് ആക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ ഐ റിയലി ഡൗട്ട് ഇറ്റ്, ബട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ദാറ്റ് ബി വണ്ടർഫുൾ. ബാസിയുടെ ഒരു വൾണറബിൾ ആയിട്ടൊരു സൈഡ് ഉണ്ടല്ലോ, ഭയങ്കര നിസ്സഹായനായിട്ട്. അത് നിങ്ങൾക്ക് വളരെ നല്ലോണം അറിയാലോ. അല്ല സിനിമയുടെ അകത്തുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം മഞ്ഞുമൽ ബോയ്സിലാണെങ്കിലും ശരി, ട്രാൻസിലാണെങ്കിലും ശരി. സോ നിങ്ങൾ ഭയങ്കര പെയിനിലൂടെ കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട്, വളരെ റിലേറ്റബിൾ ആയിട്ട്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ വേഷങ്ങളിലേക്ക് ചെയ്യുമ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഹണി ബി എന്ന് പറയുന്ന സിനിമ അത് വളരെ ഫൺ ഫിലിമാണ്, വളരെ സെലിബ്രേറ്റഡ് സിനിമ, സെലിബ്രേഷൻ കൈൻഡ് ഓഫ് മൂവിയാണ്. പക്ഷെ നിങ്ങൾ 3 തവണ അബു എന്നുള്ള ആ ചിട്ട് തുറക്കുന്ന സമയത്ത് തിയേറ്ററിൽ മൊത്തം ഒരു നിശബ്ദതയായിരുന്നു. സോ അങ്ങനത്തെ വേഷങ്ങൾ, കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേഷങ്ങൾ, ഇതിൽ ഓവർ ദ ടോപ്പ് ആക്ഷൻ മാസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ വേഷങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ, അതോ കരയണം അങ്ങനെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അപ്ഗ്രേഡ് കൊടുക്കാനാണോ ബാസിയുടെ തീരുമാനം? എനിക്ക് അങ്ങനെ കമേഴ്ഷ്യൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിയ ചിക്കൻ റോളോ അങ്ങനത്തെ ഒരു പ്ലാൻഡ് പരിപാടിയായിട്ട് അങ്ങനെ ചൂസ് ചെയ്യാനല്ല. നല്ല കഥാപാത്രമാണോ, ഞാൻ ചെയ്യാത്തതാണോ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ, എനിക്ക് പൈസ തരുന്നുണ്ടോ, ഞാൻ പണിയെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ കഥ കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിൽ അർത്ഥം ഉണ്ടാവുന്നില്ല. എൻ്റെ വേഷം പറയുകയാണേ. ചിലർ ഭയങ്കര ആലോചിച്ച് ഓക്കെ അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ പണ്ട് പഠിക്കുന്ന കാര്യം പറയണ പോലെയാണ്, എനിക്ക് അറിയാമെങ്കിൽ ഓക്കെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും, മനസ്സിലായോ? അപ്പോൾ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അതൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ ശ്രമിക്കണമെന്നുള്ളൊരു സാധനം എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതെൻ്റെ ഒരു പരിപാടിയാണ്. ബട്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ പക്ഷെ കുറെ പേര് ശ്രീനിവാസനെ വളരെ സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ കാണുന്ന ഒരു ആക്ടറായിട്ടാണ് കരുതുന്നത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ പറയണത് ഇത് പുള്ളി എന്ന സ്ഥലങ്ങളെ
വളരെ എന്താ പറയുക വളരെ ബേസിക്കും റിയൽ ആയിട്ടുള്ള അവസ്ഥകളായിരിക്കും. ഇപ്പോൾ അപ്പോൾ പക്ഷെ ഞാൻ കഥാപാത്രങ്ങൾ അങ്ങനെ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം അങ്ങനെ പിടിക്കാറില്ല. അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ ഇപ്പോഴും വളരെ എന്താ നമുക്ക് എല്ലാവർക്കും പ്രൈഡ് തോന്നാവുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാക്കണം ഇപ്പോഴും കേരളത്തിൽ, വിച്ച് ഇസ് അമേസിങ്. അപ്പോൾ അത് തന്നെ മുന്നോട്ട് ചെയ്തു പോകാനാണ് എനിക്ക് താല്പര്യം. എനിക്കതൊരു എന്താ പറയുക, ഇപ്പോൾ പുറത്തെ സിനിമകളെയൊക്കെ പോലെ പ്ലാസ്റ്റിക് ആവാനോ ഇപ്പോൾ പൊട്ടിത്തെറിക്കണത് സി ജിയും മറ്റേ ഇറ്റ്സ് ടു പ്ലാസ്റ്റിക് കുറേ കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ ഇപ്പോഴും നമ്മൾ കറങ്ങി കുത്തി മറിഞ്ഞ് അടിച്ച് അങ്ങനത്തെ മൂടാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്, വിച്ച് ഇസ് സ്റ്റിൽ ഓൾഡ് സിനിമ. അപ്പോൾ ഐ എൻജോയ് ദാറ്റ്. അപ്പോൾ കൂടുതൽ റിയൽ പരിപാടിയിലേക്ക് അതിനെ പിടിക്കാണ്ടിരിക്കുക, കൂടുതൽ എന്താ പറയുക എന്നെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഞാനതിന് ഇത്തിരി സൂപ്പർലേറ്റീവായിട്ട് തന്നെ കാണണം. ഓക്കെ, അഭിനയമാണ്, സിനിമയാണ്, മറ്റേ കഥാപാത്രമാണ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ സീരിയസ്നെസ്സോ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കണം നല്ലതെന്ന് തോന്നുന്നു. Yeah. Are you asking me if my friends betrayed me? Well, I guess you have friends, അല്ലേ, അങ്ങനത്തെ കൂട്ടുകാർ who betray you. But ഇല്ല മച്ചാനെ, ഇത് സിനിമയല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന കഥാപാത്രം നല്ല ഉഗ്രനായിട്ട് ചെയ്യാം. അതിനെ ഏത് എന്താ പറയുക എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പുള്ളി ചെയ്യാൻ പറ്റുമോ അതൊക്കെ പുള്ളി അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, ഈ പടം ഇങ്ങനെയാണ്, ആ മൂടില്ല, അങ്ങനെയൊന്നുമില്ല. All right, I think that's it. Right? Any more questions? Yes, one more. സൂര്യ. And ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ആക്ട്രസ് ഹീറോയിൻ ഈസ് ഹിയർ. എന്തെങ്കിലും ചോദ്യങ്ങൾ ആളുടെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ആസ്ക് ടു ഹർ. ഓൾ റൈറ്റ്. സൂര്യ, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആൻഡ് ഏകദേശം എല്ലാം ഫുൾ ക്രൂ പറഞ്ഞ് തീർന്നു കാര്യങ്ങളെല്ലാം. ആൻഡ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഞാൻ ബാസി ചേട്ടൻ്റെ കൂടെയാണ് സീക്വൻസ്. ആൻഡ് ആ സീൻ എനിക്ക് ചേട്ടൻ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടെ, ഇറ്റ് വാസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു മെയിൻ സീനായിരുന്നു. ആൻഡ് ഫുൾ ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു. ലൈക്ക് വാട്ട് ടു ടെൽ ബാസി ബ്രോനെ കാണുമ്പോൾ എന്ത് പറയണം, ഹൗ ആർ യു എന്ന് ചോദിക്കണോ, സുഖമാണെന്ന് ചോദിക്കണോ. അപ്പം ആക്ച്വലി ചേട്ടൻ തന്നെ ഇങ്ങോട്ട് വന്നാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആൻഡ് ഹി വാസ് ലൈക്ക്, ഹൗ ആർ യു മൈ ജി, ഹൗ വാസ് എവറിത്തിങ്. സോ അതിനുശേഷം പിന്നെ ഒരു ലൈക്ക് ഷൂട്ട് വാസ് ഗോയിങ് ബാക്ക് ടു ബാക്ക്. ആൻഡ് യാ, ദ ക്രൂ, ദ ടീം, എവറിത്തിങ് ഇസ് അമേസിങ്. ആൻഡ് വിന്നറിനെ പറ്റി പറയാൻ വാക്കുകളില്ല. ആൻഡ് ബാബുരാജ് അങ്കിളാവട്ടെ, ആൻഡ് പിന്നെ നമ്മൾ സോങ്സ് ചെയ്ത രഞ്ജൻ ചേട്ടൻ, ഹന്നാൻ ഷാ ചേട്ടനാണ് നമ്മളൊരു 1 ട്രാക്ക് കവർ ചെയ്തത്. സോ അമേസിങ്. എല്ലാവരും പടം കാണുക, പടം പൊങ്കാലാക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. All right. And any more questions? All right. ലീഡ് Yeah. Yes, please. One more question. Yes. ഈ ഗാങ്സ്റ്റർ ഹലോ ഇവിടെ ഈ ഗാങ്സ്റ്റർ ഡ്രാമകളിലൊക്കെ ചില വിമൻ ക്യാരക്ടേഴ്സ് അവർ ഭയങ്കര മൾട്ടി ലെയർഡും ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ വട ചെന്നൈയിൽ ആൻഡ്രേജറമയൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനത്തെ ഒരു റൈറ്റിംഗ്, അങ്ങനത്തെ ക്യാരക്ടർ പ്ലേസ്മെന്റ് അങ്ങനെയുണ്ടോ? ഭയങ്കര ഇൻറ്റൻസ് ആണോ സിനിമയിലെ ക്യാരക്ടർ? അത് സിനിമ കണ്ടിട്ട് അത് എനിക്ക് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് കാണും, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് സിനിമ കാണുന്നവരെ. അതാണ് ഞാൻ കഷ്ടപ്പെട്ട് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്ന് ഓർത്ത് ചോദിപ്പിച്ച ആ കുട്ടി നല്ല ചോദ്യം ചോദിച്ചിട്ട് അവള് അത് നിങ്ങൾ സിനിമ കാണുമല്ലോ. എനിവേ, താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, ഇനി സംസാരിക്കാൻ പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ബാസി ബ്രോനും സാറിനെ ഫസ്റ്റ് കാണുന്നത് ഒരു വെഡിങ് റിസപ്ഷനിൽ വെച്ചിട്ടാണ്. ബാസി ബ്രോയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. യാ, എക്സാക്ട്ലി. അപ്പോൾ അന്ന് ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ലൈക്ക് ബാസി ബ്രോ എന്ന് പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ എൻ്റെ അവിടെ വന്ന് നിൽക്കുന്നതാണ്, ഹൈ ലെവൽ ആർട്ടിസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ എനിക്ക് പേടിയുണ്ട് പോയി കാണാനായിട്ട്. അപ്പോൾ ഞാൻ
എനിക്ക് പോയി കണ്ട് സംസാരിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കും. എനിക്കൊരു ഉള്ളിലൊരു പേടിയല്ലേ. പക്ഷെ ബാസി ബ്രോന്റെ അടുത്ത് വന്നപ്പോൾ ഹലോ ബ്രോ ഹൗ ആർ യു ഗുഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ലൈക്ക് ഐ വാസ് ഈസ്ഡ്. അന്ന് ഞാൻ ബാസി ബ്രോട് പറഞ്ഞു ലൈക്ക് എനിക്കിങ്ങനെ ബാസി ബ്രോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോയതാ. അപ്പോഴാണ് പിന്നെ ബിനിൽ സാറെ കണ്ടുമുട്ടുന്നതും പിന്നെ ബിനിൽ സാറായിട്ട് സംസാരിക്കുന്നത്. പിന്നെ 2 മാസത്തിന് ശേഷം പൊങ്കാല ഷൂട്ട് ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ ബാസി ബ്രോയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ ബാസി ബ്രോ വാസ് ഓൾവേസ് സപ്പോർട്ടീവ് ആസ് വെൽ. അപ്പോൾ അതിനൊക്കെ ബിഗ് താങ്ക് യു ബിനിൽ സർ, ബിഗ് താങ്ക് യു അനിൽ സർ, ദീപു സർ. പിന്നെ മെയിൻലി എനിക്ക് താങ്ക്സ് പറയുന്നില്ല എൻ്റെ അച്ഛനോട്. എന്താ വെച്ചാൽ അച്ഛൻ്റെ സാക്രിഫൈസസും സപ്പോർട്ടും ഇല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. സോ ബിഗ് താങ്ക് യു ടു മൈ ഡാഡ്. പിന്നെ ഈ ഫുൾ ക്രൂ ആസ് വെൽ. ഇപ്പോൾ പറഞ്ഞ പോലെ ജാക്സൺ സാറിൻ്റെ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ലൈക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മേക്കിംഗ് ജാക്സൺ സാറിൻ്റെ ടച്ച് ഫുൾ ത്രൂ ഔട്ട് സിനിമയിൽ ഫുള്ളുണ്ട്. സോ ബിഗ് താങ്ക്സ് ടു ജാക്സൺ സർ. പിന്നെ രഞ്ജൻ സർ, പിന്നെ അഫ്കോഴ്സ് ഹനാൻ ഷാ ആസ് വെൽ. നമ്മുടെ ഈ സിനിമ ഇത്രയോടെയും വൈറലാക്കിയിട്ടുണ്ട് വിത്ത് ഹനാൻ ഷാ സോങ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് വാസിയുടെ ചെറുപ്പകാലം ചെയ്ത കുട്ടി ഹലോ വാട്ട് യു വാണ്ട് ടു സേ എന്നാ പറയാൻ തോന്നുന്നേ? കോമ്പിനേഷൻ ലൈക്ക് ഇവരിൽ ആരുമായിട്ടായിരുന്നു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്? അതായിരുന്നു ആദ്യം പറഞ്ഞല്ലേ? യെസ് അങ്കിളെന്നൊക്കെ യെസ് മോനെ പറഞ്ഞു. എൻ്റെ അച്ഛനായിട്ടായിരുന്നു ബാസിൻ്റെ ചെറുപ്പമായിട്ടാണ് ഞാൻ ചെയ്തത്. ആക്ച്വലി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല, എന്നാലും അല്ലല്ല ബാസിനെ ഞാൻ സെറ്റ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് റിയലി കൂൾ ആക്ച്വലി. എൻ്റെ അടുത്ത് നല്ല മീൻസ് എങ്ങനെ തുടങ്ങും, എങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ മീൻസ് തൊട്ടപ്പുറത്തേക്കുന്ന ആളുടെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബാസിന് നൈസ് കഴിവുണ്ട്. അല്ലല്ല അങ്ങനെയല്ല, അലൻസീറങ്ങളാണെങ്കിലും മീൻസ് ഒരു കെയറിങ് ആയിരുന്നു എല്ലാവരും. ബിൻലായിട്ടാണെങ്കിലും അലൻസീറങ്ങളാണെങ്കിലും എല്ലാവരും ഒരു കെയറിങ് തരുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു ബി വിത്ത് ലെജൻഡ്സ്. ഓൾറൈറ്റ് ആൻഡ് ഹലോ ഡിയർ, എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്? എന്താ പറയാനുള്ളത് നമ്മുടെ സിനിമയെ കുറിച്ച്? ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മീഡിയക്കാർക്കും എല്ലാവർക്കും നമസ്കാരം. നമ്മളതാണ് ഈ മൂവി എനിക്ക് എൻ്റെ ബൗച്ചേട്ടനാണ് ഈ ഒരു കൊണ്ടുവരുന്നത്. അതേപോലെ എൻ്റെ അച്ഛനാണ് എൻ്റെ ബാക്ക് ബോൺ. എല്ലാ കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. മൂവി ആക്ച്വലി നൈസ് ഒരു പൊങ്കാലയാണ്. അതൊരു പൊങ്കാല വൈബാണ്. അതായത് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതൊരു പൊങ്കാലയായി മാറും. അതാണ് നമ്മളെ ടീം ക്രൂസ് ശ്രീനാഥ് ബാസി സാറായാലും ബൗരവ് സാറായാലും എല്ലാവരും ഓക്കെയാണ്. അവരുടെ ടീമും അവരുടെ ക്രൂവും എല്ലാം സപ്പോർട്ടും എല്ലാം ആണ് നമ്മുടെ മൂവി. അതാണ് നമ്മുടെ മൂവി. അതാണ് നമ്മുടെ മൂവി. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ്. ഇല്ല, കണ്ടിന്യൂ ചെയ്യാം. സോ വൈൻഡ് അപ്പ് ചെയ്യാം. So thank you media for a big support and full hearted full support കാണുമെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു. ആൻഡ് ദുബൈയിൽ വെച്ചായിരുന്നു നമ്മുടെ പാട്ട് റിലീസ് ചെയ്തത്. ഫസ്റ്റ് മ്യൂസിക് ലോഞ്ച് ചെയ്തത്. ആൻഡ് സെക്കൻഡ് നമ്മുടെ പൊങ്കാല ടീമിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ ഞാൻ പൊങ്കാല ടീമിലെ A to Z കാസ്റ്റ്, ഞാൻ ബിൽ തൊട്ട് താഴെ whoever എല്ലാവർക്കും വെരി വെരി ബിഗ് താങ്ക്സ് ഫോർ ദിയർ ഹാർഡ് വർക്ക്. ഞാൻ ഈ സിനിമ എല്ലാവരും പറഞ്ഞല്ലോ ഇത്രയും ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിൽ അത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ. സോ വിത്ത് ഹംബിൾ റിക്വസ്റ്റ് എല്ലാവരും പോയി പടം കാണാം. മസ്റ്റ് വാച്ച് ആൻഡ് സപ്പോർട്ട് us. Thank you so much. And this is the cast and crew of Punkala movie. And ഈ വരുന്ന ഞായറാഴ്ച നവംബർ 30-ന് ബിഗ് സ്ക്രീനിലേക്ക് നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു പൊങ്കാല വൈബോട് കൂടി ഇടിയുടെ പൊട്ടിപ്പൂരത്തോടു കൂടി പൊങ്കാല വരികയാണ്. സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദ എൻറ്റയർ ടീം ഓഫ് പൊങ്കാല. ആൻഡ് ബാസി, ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും കോളിംഗ് യു ബ്രോ റൈറ്റ്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബ്രോ ആണ്. അപ്പോൾ ബ്രോ പോവരുത്. ബാക്കി എല്ലാവർക്കും you can go back to your seats and wishing a fantabulous success. Exactly. Thank you so much. And we request
ഈ ചെയർസ് ഒന്ന് ഇപ്പൊ ഒന്ന് റിമൂവ് ചെയ്യാം. യെസ് അലൻസി, അയ്യോ പോകണ്ട, ഒരു കുഴപ്പമില്ല. രണ്ടുപേരും സെയിം പ്രായമായതുകൊണ്ട് പ്ലീസ് നിൽക്കാം, ഒരു കുഴപ്പമില്ല. അലൻസിയുടെ ഇപ്പൊ പറയാം, 2 മിനിറ്റ്. നമുക്ക് ഈ ചെയറൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാല് വേണോ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫൈറ്റ് ആയാലും എങ്ങനെയുണ്ടാവും? യെസ്. സോ എൻ്റെ അടുത്ത് മഞ്ജു ചേച്ചി സ്പെഷ്യലായിട്ട് മഞ്ജു ചേച്ചി ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പാട്ടല്ല, പാട്ട് വേണമെങ്കിലാവാം. 2 കാര്യങ്ങളാണ്, യെസ് 2 കാര്യങ്ങളാണ് റിക്വസ്റ്റ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ടീം ഇവിടെ ഉണ്ട്. വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് പൊങ്കാല എന്നൊക്കെ എഴുതി സ്റ്റേജിൽ ഭാസിയുടെ കൂടെ നിന്ന് പെർഫോം ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. ദാറ്റ്സ് വാട്ട്. ആർ യു കംഫർട്ടബിൾ ഡാൻസിങ്ങിൽ ഓർ സിംഗിങ്ങിൽ? അതാണ് ചോദ്യം. റൈറ്റ്? സോ ക്യാൻ യു ഡു ബോത്ത്? ക്യാൻ യു ഡു ബോത്ത്? പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നത് എന്താണ് അല്ലേ? അതൊരു ടാസ്കേ അല്ല. നമുക്ക് നമ്മുടെ പടം വേണ്ട. അയ്യോ, നമ്മുടെ പടത്തിലെ പാട്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. പാട്ടോ ഡാൻസോ? ഡാൻസ് ചെയ്യാമെന്നാ നമുക്ക്. ലെറ്റ് മീ പ്രസന്റ് യു എന്നൊക്കെ. യെസ് പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. നമ്മളൊരു അയ്യോ ഫൈറ്റോ? മഞ്ജു ചേച്ചി അതിട്ടിട്ട് ഡാൻസ് ചെയ്യിക്കാന്നാണോ പറയുന്നത്? ഫൈറ്റിന്റെ സോങ് ഇട്ട് ഡാൻസ് ചെയ്യിക്കുന്നു ബാബുവേട്ടാ. അതിന് വളരെ നല്ല ഇതായി പോയി ബാബുവേട്ടാ. പ്ലീസ് നമുക്ക് ബാസിയുടെ മൂവിയിൽ ഏതെങ്കിലും ഒരു സോങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പടത്തിൽ തന്നെ ഇടാം. നമ്മുടെ പടത്തിലെ പാട്ട് പ്ലീസ് പ്ലേ ചെയ്യുകയാണെങ്കിൽ